എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. കാരണം നമ്മൾ മാർക്കറ്റിൽ എത്രത്തോളം വർഷം നിൽക്കാൻ പോകുന്നോ അത്രയും തന്നെ വർഷം ഞാൻ ഈ പറയാൻ പോകുന്ന ഡേറ്റ അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടും, യാതൊരു സംശയവും ഇല്ല. എസ്പെഷ്യലി നമ്മളൊരു ഇൻവെസ്റ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം അറിഞ്ഞിരിക്കണം. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ആദ്യം തന്നെ പറയാം, നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത് ക്യാൻഡിൽ പാറ്റേൺസോ ചാർട്ട് പാറ്റേൺസോ ഒന്നും അല്ല, അത്തരത്തിലുള്ള കാര്യങ്ങളല്ല എന്നത് ആദ്യം തന്നെ പറയാം. കാരണം അതുകൊണ്ട് മാർക്കിൽ പ്രത്യേകിച്ച് ഉപയോഗമില്ല. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ കാണുന്നത് കണ്ടോ, ഈ ഒരു റേഞ്ച് കണ്ടോ. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഇൻസ്ട്രുമെന്റ് പറഞ്ഞല്ലോ, ഇത് നിഫ്റ്റി ആണ്. നിഫ്റ്റിയിലെ വീക്ക്ലി ടൈം ഫ്രെയിം ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോ ഈ കാണുന്ന റേഞ്ച് കണ്ടോ എല്ലാവരും? ഈ ഒരു വൈറ്റ് ബോക്സ്, ഒരു ഗ്രേ പോലത്തെ ബോക്സ് കണ്ടോ? ഈ ബോക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിൽ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഇയറിൽ, ലാസ്റ്റ് ഇയറിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നൊരു റേഞ്ച് ആണ് ഈ ഒരു വൈറ്റ് ബോക്സ് ആയിട്ട് കിട്ടുന്നത് കണ്ടോ. ഞാനത് മാർക്ക് ചെയ്യുന്നുണ്ട്, ഈ ലാസ്റ്റ് ഇയർ മാർക്ക് ചെയ്തപ്പോൾ കണ്ടോ കൃത്യം ആ ഒരു ബോക്സ് ആയിട്ട് വന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയറിലെ മാർക്കറ്റിൽ നിന്ന് ഒരു റേഞ്ചിനെയാണ് ഈ ഒരു ഗ്രേ ഏരിയ ആയിട്ട് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ കിട്ടുന്ന ഒരു റെഡ് സോൺ കണ്ടോ. റെഡ് സോൺ അല്ല, റെഡ് ലെവൽ ആണത് അല്ലെ, ഒരു റെഡ് ലൈൻ ആണ്. ആ റെഡ് ലൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റെഡ് ലൈൻ എന്ന് പറഞ്ഞാല് ലാസ്റ്റ് ഇയറിൽ മാർക്കറ്റ് എൻഡ് ചെയ്തേക്കുന്ന ഒരു ടൈമാണ്. എൻഡ് ചെയ്തത് എവിടെയാണോ അതാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ലാസ്റ്റ് ഇയറിൽ മാർക്കറ്റ് എൻഡ് ചെയ്തത് ഇവിടെയാണ്, അതാണ് ഈ റെഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഗ്രീൻ ലൈൻ എന്താണ്? ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിൽ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ആണ്. ലാസ്റ്റ് ഇയറിൽ മാർക്കറ്റ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ പോയിന്റ്. അപ്പൊ ഇനിയാണ് നമ്മുടെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. 100% ഉപകാരപ്പെടും. ഓക്കെ, നമുക്ക് ഈ ഡേറ്റ വേറെ എവിടെയും കിട്ടത്തുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റേഞ്ച് കണ്ടോ എല്ലാവരും? അതായത് ഈ ഒരു ഗ്രീനും ഈ ഒരു റെഡും വരുന്ന ഈ ഒരു സോണ് കണ്ടോ. ഈ ഒരു സോണ് ശ്രദ്ധിച്ച എല്ലാവരും, ഞാൻ എൻ്റെ ഒരു ഓക്കെ, ആ ഒരു സോൺ ഒന്ന് നോക്കി. ഈ ഒരു സോൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ്. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ജസ്റ്റ് നമ്മുടെ ഈ സോൺ ഇതുപോലെ ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഈ സോണിന് പല ടൈപ്പുകളുണ്ട്. അതായത് ഈ ഒരു ഗ്രീനും റെഡും വരുന്നത് കണ്ട് ഇവിടെ എല്ലാം നമുക്ക് കാണാം കണ്ടോ. ഈ ഗ്രീൻ റെഡ് ലെവല് കാണാം കണ്ടോ. അപ്പൊ ഈ ഒരു സോണ് പല ടൈപ്പിലുണ്ട്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോൺ ഒരു 5% മാത്രമുള്ള സിറ്റുവേഷൻ, 5% ഓർ ബിലോ. അതായത് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതാണ്ട് കണ്ടോ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 5% മാത്രം വരുന്ന സിറ്റുവേഷൻ. ഇതാണ് ഏറ്റവും ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ലെവല്. അതായത് ഈ ഈ ഒരു സോൺ 5% മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ അധികം പ്രാധാന്യത്തോടു കൂടി ആ ലെവലിനെ കാണുക. കാരണം 5% ഉള്ളൂവെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, മാർക്കറ്റിൽ ആദ്യം തന്നെ പറയാം, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ടൊന്നും ഒരിക്കലും എടുക്കരുത്. എനിക്ക് അറിയാവുന്ന ഒരു അറിവ്, ഒരു ഡേറ്റ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ചിട്ട് സ്വന്തം, ഞാൻ ഈ പറയുന്ന എന്ത് കാര്യം സ്വന്തമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആർക്ക് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്റെ ഒരു അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് സപ്പോസ് ഈ ഒരു ലെവല് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതൊരു 5% ഉള്ള ലെവൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നാൽ എന്ത് ചെയ്യും? മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു പൊട്ടൻഷ്യൽ ആയിട്ട് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും മാർക്കറ്റിന് ഇത്തരം ഏരിയാസിൽ നിന്ന്. എപ്പോഴും ഓർക്കുക, ഒരു 5% ആണ് ആ സോൺ എന്നുണ്ടെങ്കിൽ. അതായത് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം, ഇതൊരു 5% സോൺ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും പ്രോബബിലിറ്റി കൂടിയ ഏരിയ. ഇത് അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ഇനി ഒരു 10% വരാം ഈ ഒരു സോൺ, അതായത് ആ ഒരു സോൺ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിരുന്ന സോൺ, ഇതൊരു 10% വരുന്ന സിറ്റുവേഷൻ വരാം. 10 എന്ന് പറയുമ്പോൾ ഇത്രയും വരും കണ്ടോ. ഒരു 10, ഇതിപ്പോ 8 ആണ്, 10% വരാം. 10% വരുമ്പോൾ ഓക്കെ, സ്ലൈറ്റ്ലി പ്രോബബിലിറ്റി കുറയും, ബട്ട് സ്റ്റിൽ അതൊരു സ്ട്രോങ് ലെവൽ തന്നെ ആയിരിക്കും. ഏറ്റവും ഹയർ പ്രോബബിലിറ്റി 5% ഓർ ബിലോ വരുന്ന സിറ്റുവേഷൻസ് ആണ്. 10 ഈസ് ആൾസോ ഫൈൻ. അപ്പൊ 5, 10 ആണ് ഞാൻ ഏറ്റവും അധികം വാച്ച് ചെയ്യുന്ന രണ്ട് എന്ന് പറയുന്നത്. പിന്നെ 15 പോയിന്റ്സ് ഒക്കെ ഞാൻ അധികം അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. സ്റ്റിൽ ഏറ്റവും അധികം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 5-10% ആണ്. 5 ബിലോ ആണ് ഏറ്റവും ഹയസ്റ്റ്. 10 വരികയാണെന്നുണ്ടെങ്കിലാണ് അത് പിന്നെയും നമുക്കൊരു കൺസിഡർ ചെയ്യാവുന്ന ലെവലാണ്. ഓക്കെ ആണ്, പ്രശ്നമില്ലാതെ നമുക്ക് കൺസിഡർ ചെയ്യാം.
ഓക്കെ. 15 പോയിന്റ്സ് എന്ന് പറയുന്നത് കുറച്ച് ലാർജർ ആയിരിക്കും. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ ലെവലാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് 5 പോയിന്റ്സ് ഓർ ബിലോ, ഇത് മനസ്സിൽ വെച്ചേക്കാം. ഈ ഒരു പോയിന്റ് 5 പോയിന്റ്സ് ഓർ ബിലോ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്തിരിക്കും. ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, ഒരു ചെറിയ കണ്ടീഷൻ കൂടിയുണ്ട്. അതായത് ഇപ്പൊ സപ്പോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷൻ എല്ലാം വിട്ടുപോകും. ഇത് കണ്ടോ, ഇത് ഒരു 5% ഉള്ള ലെവലാണെന്ന് കരുതുക. ഈ ലെവലിന് എബോവ് ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ബിലോ അല്ല. പലർക്കും ഡൗട്ട് വരാം, അതായത് ഇതിന് ബിലോ ആണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നെങ്കിലോ? ബിലോ ആണെന്നുണ്ടെങ്കിൽ ഈ ലെവല് ഇതുപോലെ ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇത് മനസ്സിൽ വെച്ചേക്കാം, ഈ ഒരു കാര്യം മനസ്സിൽ എപ്പോഴും വെച്ചേക്കാം. അപ്പൊ ഈ ഒരു സോൺ എന്താണെന്നും അതിന്റെ പ്രത്യേകതയും പറഞ്ഞു. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതായത് ഞാൻ ഇത് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് ഈ ഒരു സോണുകള് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഓരോരോ ഇയർ ആയിട്ട് നോക്കാം. ഈ ഒരു ലെവല് ഇതൊരു ഓക്കെ ആയിട്ടുള്ള ലെവലാണ്, ഒരു 10% ആണ്. കണ്ടോ, 10% ലെവലാണ്. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് ആ ഒരു 10% ലെവലില് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് പോണത് കൃത്യമായിട്ട് നമുക്ക് കാണാം. കണ്ടോ, നമുക്ക് പലപ്പോഴും അറിയാത്തൊരു കാര്യമാണ് മാർക്കറ്റ് എവിടെയൊക്കെയാണ് മാർക്കറ്റ് ഇമ്പോർട്ടന്റ് റിവേഴ്സൽ പോയിന്റ്സ്, നമുക്ക് അറിയാത്തതാണ്. ഇത് ഓരോ വർഷമായിട്ട് നോക്കാം. ഇത് ഞാൻ ഒരു വർഷത്തെ ഡേറ്റ അല്ല, മാർക്കറ്റ് സകല ചാർട്ടും എടുത്തു വെച്ചിട്ട് കാണിച്ചു തരാം. സകല ചാർട്ടും. ഇതൊരു വൈഡ് റേഞ്ച് ആണ്, ഇത് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഓക്കെ, അത് ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം ഇതിന്റെ പെർസെന്റേജ് വളരെ ഹൈ ആണ്, 20% ഉണ്ട്. സോ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അടുത്ത ലെവലിലേക്ക് വന്നേ, ഇത് നോക്കി, ശ്രദ്ധിച്ചു നോക്കി, ഇത് എത്ര പെർസെന്റേജാ? 5%. ബിലോ 5%. ഞാൻ നേരത്തെ പറഞ്ഞു ബിലോ 5% ഈസ് എ സ്ട്രോങ് ഏരിയ. കണ്ടോ, മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഇത് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല ഈ ഒരു ലെവല്. കാരണം ഇതൊരു ഹയർ, ഒരു വൈഡ് ഏരിയ ആണ്. 20%, ഒരു 10%-നൊക്കെ എബോവ് ഉള്ള സോൺ ആണ്. സോ ഇത് പരിഗണിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ഞാൻ മാക്സിമം 15 വരെയൊക്കെ പിന്നെയും പരിഗണിക്കണം, അത് കഴിഞ്ഞാൽ പരിഗണിക്കില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ലെവൽ നോക്കി, ഈ ഒരു റേഞ്ച് നോക്കി, ഇത് എത്ര പെർസെന്റേജ് ആണ്? 15%. ഓക്കെ, വിച്ച് ഇസ് ബിഗർ സോൺ ആണ് കേട്ടോ. ഏറ്റവും നല്ലത് 5% ബിലോ, സെക്കൻഡ് എന്ന് പറയുന്നത് 10% ബിലോ. ഇത് 15 ആണ്. ആ 15, ആ ഒരു സോൺ എത്ര മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടോ മാർക്കറ്റിൽ. നമുക്ക് പലപ്പോഴും ഉള്ള കൺഫ്യൂഷൻസ് ആണ്. മാർക്കറ്റ് ഇതൊരു ഫോൾ വരുമ്പോൾ മാർക്കറ്റ് ഇത് എവിടെ പോയാ നിൽക്കുന്നത്, മാർക്കറ്റിന്റെ അകത്ത് ഏതൊക്കെ ലെവൽസാണ് വർക്ക് ചെയ്യുന്നത്, ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നമുക്ക് ഉപകാരപ്പെടാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, 5-10% ആണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 5-10%. 5% ബിലോ അഥവാ 10% ബിലോ. ഇതൊരു 13%. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 10% എബോവ്. 10% കഴിയുമ്പോൾ ഇത് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി കുറയും എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത്, ഇത് കൊറോണ ക്രാഷ് ആണ്, അല്ലെങ്കിലും ഇതൊരു എന്താ പറയുന്നത്, മാർക്കറ്റിൽ ഒരു സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇവന്റ് ആയിരുന്നു. ഓക്കെ, മാത്രമല്ല ഇവിടെ 10% ബിലോ അല്ല ആ ഒരു സോൺ വന്നിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇത് നോക്കി, എന്ത് മനോഹരമായ റേഞ്ച് ആണെന്ന് നോക്കി. ഇതിന്റെ പ്രത്യേകത, മാർക്കറ്റിനകത്ത് നോക്കി 2.7% മാത്രമാണ് ഈ ലെവല്. 2.7% മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു 5% ബിലോ ആണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിരിക്കും ഈ ലെവൽ എന്ന് പറയുന്നത്. 5% ബിലോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നത് കണ്ടോ. ആ ഒരു ലെവൽ വർക്ക് ചെയ്യുന്നത് നോക്കി, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ലെവൽസ് വർക്ക് ചെയ്യുന്നത് കണ്ടോ. അപ്പൊ ഇതൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നത് എന്തുമാത്രം അഡ്വാൻറ്റേജ് ആണ്. ഞാൻ ഈ പറയുന്ന എത്രത്തോളം പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ആർക്ക് ഇത് വാച്ച് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട് ഇത്രയും നേരം, ചിലർക്ക് ആദ്യമേ പറയുമ്പോഴേ സ്കിപ്പ് ചെയ്ത് പോകും. കാരണം ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ അല്ല, ചാർട്ട് പാറ്റേൺസ് അല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ സ്കിപ്പ് ചെയ്ത് പോകും. കാരണം അവരെ സംബന്ധിച്ച് അതൊക്കെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസും ചാർട്ട് പാറ്റേൺസും ആണ് മാർക്കറ്റ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവരെങ്കിലും അതിനകത്ത് പുറത്തു വരിക. ക്യാൻഡിലും ചാർട്ട് പാറ്റേൺസും അല്ല മാർക്കറ്റിലെല്ലാം. ഓക്കെ, ഇത് നോക്കി, ഈ ഒരു ലെവൽ നോക്കി, ഇത് എത്ര പെർസെന്റേജ് ആയത്? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതൊരു നാരോ സോൺ ആണ് എന്നുള്ളത്. കണ്ടോ, 4.08%, 5% ബിലോ ആണ്. എന്ത് മനോഹരമായിട്ട് അത് വർക്ക് ചെയ്തേ നോക്കി. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, അവിടെ സപ്പോർട്ട് എടുത്ത് പോകുന്ന കണ്ടോ, എന്ത് മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നത് കണ്ടോ. അപ്പൊ ഇതുകൊണ്ടാണ് പറയുന്നത് മാർക്കറ്റിലെ മറ്റ് പാറ്റേൺസ്, നമ്മളിത് ഇപ്പൊ 2017 എത്തി, 2025 തൊട്ട് നോക്കിയതാണ്. പുറകോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും
ഇത് ഈ ലെവൽ എത്രയാണ്? ഇത് ഒരു 5% വരുന്നത്, 5.5%. പക്ഷെ ഇവിടെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് കണ്ടോ, ബിലോ ആണ് ഓപ്പൺ ചെയ്തേക്കുന്നത്, കണ്ടോ, ബിലോ ആണ്. ഞാൻ നേരത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞു, മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എവിടെ ആയിരിക്കണം? ഇവിടെ ആയിരിക്കണം, ഈ ഒരു റേഞ്ചിലായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ബിലോ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് അല്ല, ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മേ ബി മാർക്കറ്റിൽ ആക്ട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. സോ മാർക്കറ്റ് കണ്ടോ അവിടെ ഓപ്പൺ ചെയ്തിട്ട് ഫോളോ വന്നേ. കാരണം എന്താണ്? ഓപ്പണിംഗ് ക്യാൻഡിൽ കണ്ടോ, ഓപ്പണിംഗ് ക്യാൻഡില് അതിന് ബിലോ ആയിപ്പോയി. അപ്പോൾ അതെന്തായി? ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. പിന്നെ മാർക്കറ്റ് കുറേ കഴിഞ്ഞാണ് മാർക്കറ്റ് തിരിച്ച ലെവലിലേക്ക്, മാർക്കറ്റ് നല്ലൊരു ഫോള് വന്നു ആ സമയത്ത്, കണ്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക, ഇതിന് എബോവ് ഈ ഒരു റേഞ്ചിൽ എവിടെയെങ്കിലും, അതായത് ഇതിനുള്ളിലോ, ഉള്ളിലെന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ചിലോ ഇവിടെ എവിടെയെങ്കിലും ഫസ്റ്റ് ഒരു ക്യാൻഡിൽ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതായത് ഇതിന് എബോവ് നിൽക്കുന്ന രീതിയിൽ. ഇവിടെ ബിലോ ആയിപ്പോയി, മാർക്കറ്റ് അതേപോലെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റേഞ്ചിലോട്ട് വന്നേ. ഇവിടെ നോക്കി, ഇതൊരു വൈഡ് റേഞ്ച് ആണ്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ ഇവിടെ ഒന്നുമില്ല, ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു വളരെ വൈഡ് റേഞ്ച് ആണ്. അടുത്തത് വൈഡ് റേഞ്ച് ആണെന്ന് പറഞ്ഞത് റീസൺ എല്ലാവർക്കും മനസ്സിലായെന്ന് കണ്ടോ, ഇത് ഇത്രയും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ഹ്യൂജ് റേഞ്ച് ആണ്, അത് നമ്മൾ ഒരിക്കലും പരിഗണിക്കേണ്ട ആവശ്യമില്ല. അടുത്ത് നോക്കി, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു നോക്കി. ഒരു 5% ബിലോ ഉള്ളത്, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടോ, 5% ബിലോ ആണിത്. അത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫസ്റ്റ് ഓപ്പണിംഗ് അതിന് എബോവ് ആണ്, കണ്ടോ, ഗ്രീൻ ക്യാൻഡിൽ വന്നു, അവിടെ സപ്പോർട്ട് എടുത്തു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റാലി. ആ 5% ലെവൽസ് എന്ത് മനോഹരമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കണ്ടോ. ഇപ്പൊ നമ്മൾ ഏത് ഇയറിൽ എത്തി? 2014 എത്തി. ഇത് വൈഡ് ആണ്, ഇത് വൈഡ് ആണ്. വൈഡ് റേഞ്ചസ് നമ്മൾ പരിഗണിക്കില്ല, അത് നമ്മൾ പറഞ്ഞതാണ്. ഇത് എപ്പോഴും വരില്ല, വരുന്ന സമയത്ത്. ഇത് മാർക്കറ്റിന്റെ പല ടൈമിലായിട്ട് നമുക്ക് കാണാം. അതെ ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ 5% ലെവൽ വരുന്നുണ്ടോ? ഇവിടെ കൃത്യമായിട്ട് കാണാം 5% ലെവൽ, 5 അല്ല 8%. അതായത് സെക്കൻഡ് കാറ്റഗറിയിൽ, നമ്മുടെ സെക്കൻഡ് കാറ്റഗറി എത്രയായിരുന്നു? 5 to 10%. ആ കാറ്റഗറിയിൽ കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടോ, കണ്ടോ ആ ഒരു സപ്പോർട്ട് വരുന്നുണ്ടോ. ഞാൻ ഇൻവെസ്റ്റ്മെന്റിന് ഉപകാരപ്പെട്ട വേറെയും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, മറ്റൊരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവനാഴിയിലെ പല അസ്ത്രങ്ങളാണിത്. അതായത് നമ്മൾ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഇയറിലും വരുന്ന വേറെ ഡേറ്റാസ് ഉണ്ട്, ഒരുപാട് ഡേറ്റകളുണ്ട് ഇതുപോലത്തെ ഉള്ള. ചില ഇയറിൽ ഈ ഡേറ്റ വരും, ചില ഇയറിൽ മറ്റു പഠിക്കുന്ന ഡേറ്റ വരും, ഏതെങ്കിലുമൊക്കെ വരും. അപ്പൊ ഇത് വരുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരുന്നാല് എന്ത് യൂസ്ഫുൾ ആണെന്ന് നോക്കി. അപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം കൂടി ഒരു വീഡിയോയിൽ പഠിക്കല്ല, കുഞ്ഞു കുഞ്ഞു ഡീറ്റോസ് ആയിട്ട് ഓരോരോ വീഡിയോകളായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് തന്നെ നമ്മളിപ്പോ 5% വന്നെടുത്തുള്ളവർക്ക് എന്ത് മനോഹരമായിട്ട് അത് വർക്ക് ചെയ്യുന്നെന്ന് കണ്ടതാണ്. ഇത് സംശയമുള്ളവർക്ക് ഇത് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോ നമ്മള് ഇവിടെ മാർക്കറ്റിന്റെ ഇങ്ങ് എൻഡ് വരെ വന്നിട്ടുണ്ട്. ഓക്കെ, പലയിടത്ത് ഞാനിതിപ്പോ എല്ലായിടത്തും ഞാൻ എടുത്ത് കാണിക്കുന്നത് സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാലോ, സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെയൊക്കെ കണ്ടോ, ഇത് നോക്കി, ഇതൊരു 70% ആണ്, നമുക്ക് പരിഗണിക്കാനുള്ള ലെവലല്ല. ഓക്കെ, 17 അല്ല 15 ഈസ് ഓക്കെ, ഫൈൻ. 15 ഞാൻ ഒരിക്കലും എടുക്കേണ്ടത് പറയില്ല, 15 ഈസ് ഫൈൻ, അത്രേ ഉള്ളൂ. 5 to below 5% ആണ് ഏറ്റവും നല്ലത്. 5 to 10 ഈസ് ആൾസോ ഓക്കെ. 15% പരിഗണിക്കാൻ പ്രശ്നമില്ല എന്നേ ഉള്ളൂ. അതിന് എബവ് ഒരിക്കലും നോക്കരുത്, അതിന് എബവ് നോക്കിയനായി പാടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ 15% കണ്ടോ, ഇത് വർക്കായിട്ടുണ്ട് പ്രോപ്പർ ആയിട്ട്. അതിന് ബിലോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇവിടെയാ മാർക്കറ്റ് ഓപ്പൺ ചെയ്തേ, അവിടെ പോയി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ. അതേപോലെ ഇവിടെ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പൊ ഇതിന് ബിലോ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റില് ഇതൊരു ഇവിടെ പോയിട്ട് നമ്മൾ ബൈ ചെയ്താലുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ, ഇതിന്റെ ബിലോ നിൽക്കുമ്പോൾ എന്തുമാത്രം നഷ്ടമാ വരുന്നത് ഇതറിയാതെ ബൈ ചെയ്യുമ്പോൾ. ഞാൻ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കോ. ഇവിടെ നോക്കി, ഇതൊരു 18% ആണ്. സോ ഇത് 20% ആണ്. സോ ഇത് പ്രോപ്പർലി നമ്മൾ പരിഗണിക്കുന്ന ലെവലല്ല. ബട്ട് സ്റ്റിൽ ആ ലെവൽ, ആ ഒരു സോൺ വർക്ക് ചെയ്യുന്നുണ്ടോ, ആ ഒരു സോൺ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ. 20% ഞാൻ പരിഗണിക്കുന്നതല്ല കേട്ടോ, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റിൽ ആ ഒരു സോൺ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പുറകോട്ട് പോകുമ്പോൾ നമുക്ക് പല ചാർട്ടിൽ, മാർക്കറ്റ് ആകെ ഇത്ര ചാർട്ടേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഇത് നമുക്ക് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് പലയിടത്തായിട്ട് ഇത് മനസ്സിലാവും, ഇത് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ്, ഈ ഡേറ്റ എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു ഡേറ്റ അല്ല, ഇതുപോലത്തെ ഇനിയും ഡേറ്റാസ് ഉണ്ട്. ഞാൻ ഒരുപാട് ഡേറ്റകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇൻവെസ്റ്റേഴ്സിന് ചെയ്ത കാര്യം. ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ചാനലിന്റെ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും, അതിനകത്ത് ഒരുപാട് ഡേറ്റ ഉണ്ട്. അപ്പൊ ഇതുപോലത്തുള്ള ഡേറ്റ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് എന്തുമാത്രം
ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട്, ലൈക്സ് കമന്റ്സ് എത്രമാത്രം വരുന്നുണ്ട് എന്നനുസരിച്ചിട്ട് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പാർട്ടിസിപ്പേഷൻ, അതായത് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഈ വീഡിയോക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പാർട്ടിസിപ്പേഷൻ, വീഡിയോക്ക് ലൈക്സ് ആയിട്ടോ കമന്റ്സ് ആയിട്ടോ വരികയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് സൈലന്റ് ആയിട്ട് കണ്ടാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ദയവ് ചെയ്ത് സൈലന്റ് ആയിട്ട് കണ്ടിട്ട് കാര്യമില്ല, എനിക്ക് മനസ്സിലാവില്ല ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉപകാരപ്പെട്ടവർ മാത്രം ലൈക്ക് ചെയ്താൽ മതിയല്ലോ, ഉപകാരപ്പെടാത്തവർ ഡിസ്ലൈക്കോ അത് കമന്റിലോ പറയാവുന്നതാണ്. ഉപകാരപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം പറയാം കേട്ടോ. അപ്പൊ എത്രത്തോളം ആൾക്കാർക്ക് ഈ ഒരു ഡേറ്റ ഉപകാരപ്പെടുന്നുണ്ട്, ഇതിന്റെ കണ്ടിന്യൂഷൻ ഇനിയും ഉണ്ട്, കാര്യങ്ങൾ ഇനിയും ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഡേറ്റ് ആണ് പറഞ്ഞത്. ഈ വീഡിയോയുടെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ചിട്ട് ഞാൻ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ അനുസരിച്ച് ഇതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുപോലുള്ള ഡേറ്റാസ് ഉപയോഗിച്ചിട്ട് മാർക്കിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി ബിഗ് പ്ലേസിന്റെ ഡേറ്റാസ് മറ്റ് വരാനുണ്ട്. നമ്മൾ ആ ഒരു വഴിയിലായി പോകും. നമ്മൾക്ക് പിന്നെ മാർക്കറ്റിലേക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് മാർക്കറ്റ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കും. അതല്ല റിയാലിറ്റി എന്നുള്ളത് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുന്നോ അത്രയും നല്ലതാണ്. നമ്മളെ ചുറ്റും നോക്കിയാൽ ക്യാൻഡിലും പാറ്റേൺസും മാത്രം നോക്കിപ്പോയി ഒരുപാട് വർഷം മാർക്കറ്റിൽ വേസ്റ്റ് ആയിപ്പോയിട്ടുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും പറയുന്നത്. അത് ഞാൻ ഇനിയും പറയുക തന്നെ ചെയ്യും. കാരണം കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ കേട്ടോ. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്കോ കമന്റോ ചെയ്യുക. ഓക്കെ, ഫൈൻ. പിന്നെ അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പില് അക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ ചെയ്തിരിക്കാം. അത് വാട്സപ്പ് വീക്കെൻഡ്സിലായിരിക്കും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന മിക്കവാറും കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പില് ലിങ്ക് ബിലോ ഉണ്ടാവും. വീക്കെൻഡ്സിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വേറെ ഒന്നുമില്ല. താങ്ക് യു.